എല്ലാവർക്കും നമസ്കാരം. ഹാപ്പിനെസ് ജോയിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ നേരത്തെ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടു, ഒരു പൂജാരി വേഷത്തിൽ ഒരാൾ ഇരുന്നിട്ട് പൂജ ചെയ്യുന്നു. അതിൽ അയാൾ കുറച്ച് വെള്ളം എടുത്തിട്ട് തേങ്ങേൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്നു. അപ്പോൾ ആ തേങ്ങയിൽ നിന്ന് തീ വരുന്നു. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ കാണുമ്പോൾ ഇതിലൊക്കെ ഒരു ചെറിയ ആശ്ചര്യം തോന്നാം. അപ്പോൾ ഇത് പണ്ട് കാലത്ത് നോർത്തിലൊക്കെ ഇങ്ങനെ തട്ടിപ്പ് നടക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് പിന്നിൽ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷനാണ്, അല്ലാണ്ട് ഇതിൽ മന്ത്രോ തന്ത്രോ കുതന്ത്രോ ഒന്നുമില്ല. ഇതെല്ലാം ഒരു കെമിക്കൽ റിയാക്ഷനാണ്. ഇതിൽ ആശ്ചര്യപ്പെടാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ചെയ്യണേ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് ഒരു തേങ്ങ വേണം. അപ്പോൾ തേങ്ങ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതേമാതിരത്തെ അതിൻ്റെ മുകളിൽ തേങ്ങേൻ്റെ ചകിരി ഇതുപോലെ ഉണ്ടാവണം, ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാഷ്യം പെർമാനൻറ്റ്. ഈ പൊട്ടാഷ്യം പെർമാനൻറ്റ് ഏകദേശം 20 ഗ്രാമാണ്. 25 രൂപ MRP, 20 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. പിന്നെ ഗ്ലിസറിൻ ഉണ്ട്. ഈ ഗ്ലിസറിന് 30 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. പിന്നെ നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഗ്ലൗസ് ഉണ്ടെങ്കിൽ നല്ലത്. ഇപ്പോൾ സപ്പോസ് നമുക്ക് സാമ്യമായിട്ടൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ഇട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ വേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംബിയൻസിന് വേണ്ടിയിട്ട് തുളസി, പൂവ്, ഇല, വിളക്ക് എന്ന് വേണ്ട സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് ഈ പൊട്ടാഷ്യം പെർമാനൻറ്റ് 2 രീതിയിൽ വരുന്നുണ്ട്. പൗഡറായിട്ടും വരുന്നുണ്ട്, ക്രിസ്റ്റലായിട്ടും വരുന്നുണ്ട്. നമുക്ക് ഈ ക്രിസ്റ്റലായിട്ട് കിട്ടുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്ലിസറിന് ഒഴിക്കുന്ന സമയത്ത് അത് പൊട്ടിത്തെറിക്കും, അതിൻ്റെ ക്രിസ്റ്റൽസ് പൊട്ടിത്തെറിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ക്രിസ്റ്റലായിട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ പൊടിച്ച് പൗഡറാക്കി എടുക്കണം. അപ്പോൾ പൗഡറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നല്ല രീതിയിൽ കത്തും. നമുക്ക് ഈ തേങ്ങ എടുക്കാം. തേങ്ങയുടെ ഈ കൂഞ്ഞ വരുന്ന ഭാഗമുണ്ടല്ലോ, അതിൻ്റെ തേങ്ങയുടെ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതെടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊരു ഹോൾ ഉണ്ടാക്കണം, ഒരു കുഴി ഉണ്ടാക്കണം. അപ്പോൾ ആ കുഴി നമ്മൾ ഈ തേങ്ങയുടെ ചകിരി മോൾ ഭാഗം അങ്ങനെ പൊക്കി വെച്ചതിന് ശേഷം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളതിൽ നിറച്ചതിന് ശേഷം ഇതേ ചകിരി വെച്ച് മൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പൊടി ഉണ്ടെന്ന് ആരും അറിയില്ല. അപ്പോൾ ഇതേമാതിരി ഇങ്ങനെ ഹോൾ ഉണ്ടാക്കുക, അതിലിങ്ങനെ പൊക്കി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഈ പൊടി അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇടാം. പൊട്ടാഷ്യം പെർമാനൻറ്റ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ അതിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കുക. അപ്പോൾ എന്തോരം പൊട്ടാഷ്യം പെർമാനൻറ്റ് ഉണ്ട് അത്രയും നല്ലതാണ്. ഗ്ലിസറിൻ അതിനനുസരിച്ച് ഒഴിക്കുമ്പോൾ അതിനനുസരിച്ച് നല്ലോണം കത്തും. അപ്പോൾ ഇങ്ങനെ നിറച്ചതിന് ശേഷം ഈ ചകിരീൻ്റെ ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ മൂടി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ മൂടി വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതാരും കാണില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു കാര്യം നിറച്ചതായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നിറയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇതേമാതിരി നമുക്ക് തേങ്ങ വയ്ക്കാം. അപ്പോൾ ഇത്ര ഉള്ള നമ്മുടെ പരിപാടി. ഇനി ഇതിലേക്ക് ഗ്ലിസറിൻ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം കത്തും. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ സൂക്ഷിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ ഈ ഇലയിലേക്ക് നമ്മൾ ഈ പൊട്ടാഷ്യം പെർമാനൻറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഗ്ലിസറിൻ ഒഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇല വരെ കത്തിപ്പോയി. അപ്പോൾ അത്രയും ഡേഞ്ചറാണ്. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ചു വേണം അത് ചെയ്യാനായിട്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.